എറണാകുളം തമ്മനത്തെ 1.5 ഏക്കർ പുരയിടത്തിൽ മൺമറഞ്ഞു തുടങ്ങിയ ഒരു കാവ് സംസ്കൃതിയെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ പുരുഷോത്തമ കമ്മത്ത്. 3000-ലധികം അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഈ സ്ഥലം. നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലെ സ്വച്ഛതയുടെ പച്ചപ്പ് കണ്ട് നമുക്കൊന്ന് പോയി വരാം. കൃഷിക്കൊപ്പം എങ്ങനെ പ്രകൃതിയെ പരിപാലിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ആലുങ്കൽ ഫാം. തുടക്കത്തിൽ പലരും പരിഹസിച്ചു. പുരുഷോത്തമ കമ്മത്ത് അതൊന്നും വിലക്കെടുത്തില്ല. ഇന്നിപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യങ്ങൾക്ക് പുതുജീവൻ പകരുകയാണ് ഇവിടം. ഒരുപാട് സസ്യങ്ങൾ ഇങ്ങനെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടങ്ങളിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 3000-ഓളം വെറൈറ്റി എൻ്റെ ശേഖരത്തിലുണ്ട്. വിദ്യാർത്ഥികളും ഗവേഷകരുമടക്കം നിരവധി പേരാണ് ഇവിടെ അപൂർവയിനം സസ്യങ്ങളെ കാണുവാനും പഠിക്കുവാനും എത്തുന്നത്. സന്ദർശകർക്ക് പ്രത്യേകം ക്ലാസുകൾ നൽകുന്നുണ്ട്. മുൻകൂട്ടി പറഞ്ഞാൽ ആവശ്യക്കാർക്ക് ഔഷധ സസ്യങ്ങളുടെ തൈ തയ്യാറാക്കി നൽകും. സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങിയതിനു പിന്നിലും ഒരു ജീവിത ദർശനമുണ്ട്. ആദ്യകാലങ്ങളിൽ നിന്ന് നമുക്ക് ഇത് കളക്ഷന് പോകുമ്പോൾ ഇപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒരു പ്ലാന്റ് ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ ഫാമിലിയും കൂടി കൂട്ടിയാണ് ഒരു ടൂറെന്ന് ഇതിൽ അവിടെ പോയി ആ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ പ്ലാന്റും കളക്ട് ചെയ്ത്, അപ്പോൾ അവർക്ക് അതിനോട് അറിയാതെ തന്നെ അവരുടെ സപ്പോർട്ട് കിട്ടി. ഇന്ന് നല്ല സപ്പോർട്ടുണ്ട്. സസ്യങ്ങൾ മാത്രമല്ല, പക്ഷികളും വെച്ചൂർ പശുവും കുളം നിറയെ മീനുകളും ഈ ഫാമിൽ കാണാൻ സാധിക്കും. പലയിനം പഴച്ചെടികളും ഔഷധ സസ്യങ്ങൾക്കിടയിലുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഈ കൊച്ചുവനം ശുദ്ധവായുവും തണലും വെള്ളവും നൽകും. അല്പനേരം മാത്രമേ ഇവിടെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഓർമ്മയായി ഒരു രുദ്രാക്ഷത്തിൻ കുരു മാത്രം കയ്യിലെടുത്തുകൊണ്ട് ക്യാമറാമാൻ VS രാഹുലിനും ശ്രീകുമാറിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.